എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് നാളായി നമ്മൾ ക്യാമറയുടെ ഫ്രണ്ടിൽ വന്നിട്ടൊരു വീഡിയോ ചെയ്തിട്ട്. അപ്പം ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ അടുത്ത് വരികയാണ്. അപ്പം നിങ്ങളോട് എല്ലാവരോടും ഒരു ഹായ് പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പ്ലം കേക്കിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് പേരൊക്കെ ട്രൈ ചെയ്തിട്ട് ഫോട്ടോസ് അയച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എല്ലാവർക്കും ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മളിന്ന് ചെയ്യുന്ന ഒരു പൗണ്ട് കേക്കാണ്. പൗണ്ട് കേക്ക് എന്ന് വെച്ചാൽ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ നമ്മളിന്ന് തൈരൊക്കെ വെച്ചിട്ടാണ് കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന കേക്കിനെക്കാട്ടിലും ഒന്നുകൂടെ നല്ല സോഫ്റ്റ് ആയിരിക്കും ഈ കേക്ക്. അപ്പം ആദ്യമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ട് വീഡിയോയിലൂടെ ഒരു റെസിപ്പി പ്രസൻറ്റ് ചെയ്ത് കാണിക്കുന്നത്. അപ്പം എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മൾ ഒരുപാട് ക്രിസ്മസ് റെസിപ്പീസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് കാണുക. അപ്പോൾ അധികം താമസിയാതെ ഈ പൗണ്ട് കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ആദ്യം തന്നെ നമ്മൾ ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്, അതായത് മൈദ, ബേക്കിംഗ് പൗഡർ, ഉപ്പ്, അതൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 2 കപ്പ് മൈദയാണ്. അപ്പോൾ ഞാൻ മെഷറിംഗ് കപ്പിൽ അളന്നിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ കുറച്ച് പേർക്ക് ഗ്രാംസിൽ പറയുമ്പോൾ അവർക്ക് അത് എടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ടാണ് നമ്മൾ കപ്പിൽ പറയുന്നത്. 2 കപ്പ് മൈദയാണ്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള മെഷർമെൻറ്റ്സ് നമ്മൾ ഇത്തവണ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ ഞാനിത് 2 കപ്പ് മൈദ അളന്ന് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് ആദ്യം തന്നെ ഈ ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ കേക്കിൽ നമ്മൾ ബേക്കിംഗ് പൗഡർ മാത്രമാണ് ചേർക്കുന്നത്, ബേക്കിംഗ് സോഡ ചേർക്കുന്നില്ല. ഞാനിവിടെ ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 കപ്പ് മൈദയ്ക്ക് നമ്മൾ 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർക്കുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ മെഷറിംഗ് സ്പൂൺ ഉണ്ടെങ്കിൽ അതെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ ടീസ്പൂൺ എടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു ടീസ്പൂൺ വെച്ചിട്ടാണ് മെഷർ ചെയ്യുന്നത്. നമ്മളെപ്പോഴും മെഷർ ചെയ്യുമ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ലെവൽ ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട്. അപ്പോൾ 1 ടീസ്പൂൺ ചേർത്തു. അങ്ങനെ നമ്മൾ 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപ്പാണ് ചേർക്കുന്നത്. 1/4 ടീസ്പൂൺ ഉപ്പാണ് ഇപ്പോൾ നമ്മൾ ചേർക്കാൻ പോകുന്നത്. ഞാനെടുത്തിരിക്കുന്നത് പിങ്ക് സോൾട്ടാണ്. നിങ്ങളുടെ കയ്യിലുള്ള ഏതുപ്പായാലും മതി, പൊടിച്ച ഉപ്പായിരിക്കണം എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മളിതിൽ മൈദ, ബേക്കിംഗ് പൗഡർ, ഉപ്പ് ഇത്രയും ചേർത്തിട്ടുണ്ട്. ബേക്കിംഗ് സോഡ നമ്മൾ ഈ കേക്കിലേക്ക് ചേർക്കുന്നില്ല. അപ്പോൾ ഇനി ഇതൊന്ന് അരിച്ചെടുക്കാം. നമ്മൾ പൊടി അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മാറ്റി വെക്കാം. ഇനി നമുക്ക് കേക്കിന് വേണ്ടിയിട്ടുള്ള വെറ്റായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ കേക്കിന് വേണ്ടിയിട്ട് ആകെ എടുത്തിരിക്കുന്നത് 2 മുട്ടയാണ്. അപ്പോൾ ഇത് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ്. ഫ്രിഡ്ജിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ കേക്ക് ഉണ്ടാക്കുന്നതിന് കുറച്ച് മുൻപേ തന്നെ ഇത് എടുത്ത് പുറത്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് ബീറ്റായി കിട്ടില്ല. അപ്പോൾ ഈ 2 മുട്ട ഇനി മുട്ടയുടെ സ്മെല്ലൊക്കെ ഒന്ന് പോകാനായിട്ട് നമ്മളിതിലേക്ക് വാനില എസൻസ് ആണ് ചേർക്കുന്നത്. അപ്പോൾ ഇത് 1 ടീസ്പൂൺ ചേർക്കാം. ഇനി വാനില എക്സ്ട്രാക്റ്റ് ആണ് നിങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത്രയും തന്നെ ചേർക്കാം. അപ്പോൾ 1 ടീസ്പൂൺ ഏകദേശം ഒരളവിൽ നമ്മൾ ചേർക്കാണ്. ഇനി നമുക്ക് ഈ മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇലക്ട്രിക് ബീറ്ററാണ് എടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇലക്ട്രിക് ബീറ്റർ ഇല്ലാന്നുണ്ടെങ്കിൽ വിസ്ക് അല്ലെന്നുണ്ടെങ്കിൽ തടിത്തവി ഏതെങ്കിലും വെച്ചിട്ട് മിക്സ് ചെയ്താൽ മതി. ഈ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്യണം. നല്ല ഹൈ സ്പീഡിലിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്യുക. അപ്പോൾ നല്ല ക്രീമി ആയിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ നമ്മൾ ബീറ്റ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കേക്കിൽ ഒട്ടും തന്നെ മുട്ടയുടെ ടേസ്റ്റ് വരില്ല. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയുടെ മഞ്ഞ നിറമൊക്കെ മാറി ഒരു ലൈറ്റ് യെല്ലോ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര എന്ന് പറയുമ്പം വളരെ ചെറിയ തരികളുള്ള പഞ്ചസാരയാണ് ഞാൻ ചേർക്കുന്നത്. ഇനി നിങ്ങളുടെ പഞ്ചസാര വലിയ തരിയുള്ളതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചിട്ട് ചേർത്താൽ മതി. 1/2 കപ്പ് മുതൽ 1/4 കപ്പ് വരെ നിങ്ങൾക്ക് പഞ്ചസാര ഇതിലേക്ക് ഇപ്പോൾ ചേർക്കാം. അത് ഒരുപാടങ്ങ് മധുരമുള്ള കേക്കല്ല, നമുക്ക് കഴിച്ചാൽ അങ്ങനെ മടുക്കുന്ന ഒരു കേക്കല്ല. അപ്പം മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ 1/4 കപ്പിൻ്റെ കപ്പാണ് എടുത്തിരിക്കുന്നത്. ഇതിനൊരു 3 കപ്പ്, അതായത് 1/4 കപ്പാണ് ഇപ്പോൾ ചേർക്കുന്നത്. 1/2 കപ്പ് മുതൽ 1/4 കപ്പ് വരെ നിങ്ങൾക്ക് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. അങ്ങനെ പഞ്ചസാരയും നമ്മൾ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് അലിയുന്നവരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം.
നമ്മളിപ്പോൾ 1 മിനിറ്റ് ഇത് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഓയിലാണ്. ഞാനിവിടെ 1/2 കപ്പ് വെജിറ്റബിൾ ഓയിലാണ് എടുത്തിരിക്കുന്നത്. സൺഫ്ലവർ ഓയിലോ മണമില്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ 1/2 കപ്പ് ഓയിൽ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഓയിലിനോടൊപ്പം തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തൈരാണ് ചേർക്കുന്നത്. അപ്പോൾ 1 കപ്പ് തൈര് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് അധികം പുളിയില്ലാത്ത സാധാരണ തൈരാണ്. ഗ്രീക്ക് യോഗട്ടോ അങ്ങനെയൊന്നുമല്ല, പ്ലെയിൻ ആയിട്ട് നമ്മുടെ സാധാരണ വീട്ടിൽ ഉണ്ടാവാറുള്ള തൈരാണ്. അപ്പോൾ ഇത് അധികം പുളിയില്ലാത്തതാണ്. ഇനി പുളി കൂടിയാലും കുഴപ്പമൊന്നുമില്ല, നമ്മളിതിൽ മധുരമൊക്കെ ചേർക്കുന്ന കാരണം അവസാനം പുളിയൊന്നും ഉണ്ടാവില്ല. അപ്പം റൂം ടെമ്പറേച്ചറിലുള്ള തൈരാണിത്. അപ്പോൾ 1 കപ്പ് നമ്മൾ ചേർക്കണം. ബാക്കി വരുന്നത് നമ്മളൊരു സ്പാറ്റില വെച്ചിട്ട് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. തൈര് ചേർത്തിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് 1 മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന പൊടി ചേർത്ത് കൊടുക്കാം. പൊടി ചേർക്കുമ്പോൾ നിങ്ങൾക്ക് സ്പാറ്റില വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും ചെയ്യുന്നത് ഈ ഒരു ബീറ്ററിൽ ചെറിയ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്യാണ്. അപ്പം അങ്ങനെ തന്നെ നമുക്ക് ചെയ്യാം. ആദ്യം ഒരു പകുതി ഇട്ട് കൊടുക്കാം, അതിനുശേഷം നമുക്ക് ബാക്കി അങ്ങനെ നമ്മൾ 3 തവണയായിട്ട് പൊടി ഇതിലേക്ക് ചേർക്കുകയാണ്. അങ്ങനെ നമ്മൾ ചെറിയ സ്പീഡിൽ ഇത് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബീറ്ററൊക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത്. നമ്മളൊരു കാര്യം പറയാൻ മറന്നുപോയി. ഇതാണ് നമ്മൾ ബേക്ക് ചെയ്യാൻ എടുക്കുന്ന ട്രേ. അപ്പോൾ ഇതൊരു പൗണ്ട് കേക്കിന് വേണ്ടിയിട്ടുള്ള ട്രേ ആണ്. ഇനി ഇതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാരണ റൗണ്ട് ആയിട്ടുള്ളതോ സ്ക്വയർ ആയിട്ടുള്ള കേക്ക് ട്രേ എടുത്താൽ മതി. അപ്പോൾ ഇത് ഞാൻ കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്തിട്ട് കുറച്ച് മൈദ ഇട്ട് ഡസ്റ്റ് ചെയ്ത് ഒന്ന് ടാപ്പ് ചെയ്ത് എടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ ബട്ടർ പേപ്പർ ഒന്നും നമ്മൾ ഒട്ടിച്ചിട്ടില്ല. അപ്പോൾ ഇങ്ങനെ തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇതിവിടെ മാറ്റി വെക്കാം. അതുപോലെ നമ്മൾ ഓവൻ പ്രീ ഹീറ്റിനായിട്ട് വെച്ചിട്ടുണ്ട്. 180 ഡിഗ്രി, അതായത് 180 ഡിഗ്രി സെൽഷ്യസിൽ 15 മിനിറ്റ് ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതവിടെ പ്രീ ഹീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇത് നമുക്ക് മിക്സ് ചെയ്തിട്ട് ടിന്നിലേക്ക് ഒഴിക്കാം. എല്ലാം മിക്സ് ആയതാണ് എങ്കിലും എവിടെയെങ്കിലും മിക്സ് ആകാൻ ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഈ കേക്ക് ബാറ്റർ കുറച്ച് തിക്കായിട്ടായിരിക്കും ഇരിക്കുന്നത്. സാധാരണ നമ്മൾ സ്പോഞ്ച് കേക്കൊക്കെ ഉണ്ടാക്കുന്നത്, വാനില ടീ കേക്കൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാട്ടിലും കുറച്ചുകൂടി തിക്കായിട്ടാണ് ഇതിൻ്റെ ബാറ്റർ ഇരിക്കുക. ഇതിപ്പോൾ ഞാൻ പ്ലെയിൻ ആയിട്ടാണ് ചെയ്യുന്നത്. ഇതിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കിസ്മിസ് അതുപോലെ തന്നെ നട്ട്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിത് പ്ലെയിൻ ആയിട്ടാണ് എടുക്കുന്നത്. നമ്മൾ ടിന്നിലേക്ക് ഈ ബാറ്റർ ഒന്ന് ഇട്ട് കൊടുക്കാം. കുറച്ച് ഹെവി ആയിട്ടുള്ള പാത്രമായതുകൊണ്ട് നമ്മൾ ബേക്കിംഗ് ക്ലാസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം കുറച്ച് പേരൊക്കെ അതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിശദമായിട്ട് ബേക്കിങ്ങിൻ്റെ ടിപ്സും ട്രിക്സും ഓവൻ യൂസ് ചെയ്യുന്ന രീതിയും അതൊക്കെ നമ്മൾ ബേക്കിംഗ് ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബേക്കിംഗ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. പല ടൈപ്പ് ക്ലാസ്സുകളുണ്ട്, നിങ്ങൾക്ക് താല്പര്യമുള്ളതിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ പ്ലം കേക്ക് വേണ്ടവർ പ്ലം കേക്കിൽ ജോയിൻ ചെയ്യുക. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വേണ്ടവർ ബേസിക് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. അപ്പം ഇതുവരെ ജോയിൻ ചെയ്യാത്തവർ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. അങ്ങനെ നമ്മൾ കേക്ക് ബാറ്റർ എല്ലാം ടിന്നിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തട്ടി കൊടുക്കുക, എന്തെങ്കിലും എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ ഇനി ബേക്ക് ചെയ്യാനുള്ള കാര്യങ്ങളാണ്. അപ്പോൾ പ്രീ ഹീറ്റ് ആയി കിടക്കുന്ന ഓവനിലേക്ക് വെച്ചിട്ട് നമുക്കിത് ബേക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ 180 ഡിഗ്രിയിൽ 30 മിനിറ്റ്സാണ് ഇത് ബേക്ക് ചെയ്യാനായിട്ട് വേണ്ടി വന്നിട്ടുള്ളത്. ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് കുറച്ച് വിള്ളലൊക്കെ ഉണ്ട്. അത് കുഴപ്പമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ കേക്ക് ചെയ്തിരിക്കുന്നത് 2 കപ്പ് മൈദയിലാണ്. പക്ഷേ അതിൻ്റെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള ഓയിലും പഞ്ചസാര, മുട്ട അതൊക്കെ നമ്മൾ കുറവാണ് എടുത്തിരിക്കുന്നത്. അപ്പം കൂടുതൽ ഡെൻസായിട്ടുള്ള ഒരു ബാറ്റർ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൽ വിള്ളൽ വന്നിട്ടുള്ളത്.
ഇത് കംപ്ലീറ്റ്ലി ഓക്കെയാണ് ഈ ഒരു പൗണ്ട് കേക്കിന്. അപ്പോൾ നമ്മൾ ഇതിനെ ഒരു ടൂത്ത് പിക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നോക്കാം. ഞാൻ ഓൾറെഡി നോക്കിയതാണ്, എങ്കിലും ഒന്നുകൂടെ നോക്കാം. നല്ല ക്ലീൻ ആയിട്ട് തന്നെ ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ കേക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം ഈ ഒരു ടിന്നിൽ നിന്ന് ഡിമോൾഡ് ചെയ്തിട്ട് വേണം ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. നന്നായിട്ട് തണുത്തിട്ട് വേണം കട്ട് ചെയ്യാൻ. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് തണുത്തിട്ട് നമുക്ക് കട്ട് ചെയ്യുന്നത് കാണാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരു കൂളിംഗ് റാക്കിലേക്കൊന്ന് ഡിമോൾഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ കേക്ക് ഉണ്ടാക്കിയിട്ട് ഒരുപാട് സമയം ഈ ഒരു ടിന്നിൽ വെച്ചിരിക്കരുത്. അപ്പോൾ നമ്മളൊരു 5 മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഡിമോൾഡ് ചെയ്യണം. അപ്പോൾ ഇത് നന്നായിട്ട് തണുത്ത് കിട്ടും. അപ്പോൾ ഇതുപോലെ കൂളിംഗ് റാക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചാണ്. നമുക്ക് ഒന്ന് ഡിമോൾഡ് ചെയ്യാം. ഇപ്പോഴും ഒരു ടിന്ന് ചൂടായിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ പ്രോപ്പറായിട്ട് ഇത് ഡസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ ഇത് ഇളകി വന്നിട്ടുണ്ട്. അതുപോലെ കേക്ക് നല്ല ബ്രൗൺ ആയിട്ട് ഇതിൻ്റെ ക്രസ്റ്റൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇത് നന്നായിട്ട് തണുത്തിട്ടാണ് നിങ്ങൾ കട്ട് ചെയ്ത് നോക്കേണ്ടത്. പക്ഷെ ഞാനിപ്പം പെട്ടെന്ന് തന്നെ ഇത് കട്ട് ചെയ്ത് കാണിക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് 2 പേരും ഇവിടെ വന്നിട്ടുണ്ട്, പൊന്നുമുത്തും. അപ്പോൾ നമുക്ക് കട്ട് ചെയ്തിട്ട് ഇവർക്ക് തന്നെ കൊടുക്കാം. ഓക്കെ, യാ. അവർ കുറേ നാളായിട്ട് പ്ലം കേക്ക് തന്നെ കഴിച്ച് മടുത്തു. അപ്പം ഒരു വെറൈറ്റിക്കാണ് ഞാൻ ഈ കേക്ക് ഉണ്ടാക്കിയത്. ഭയങ്കര സോഫ്റ്റാണ്. ഇത് കട്ട് ചെയ്യുമ്പോൾ തന്നെ നല്ല സോഫ്റ്റാണ് അല്ലേ പന്ന? ആണോ മുത്താ? ഓ, ഭയങ്കര സോഫ്റ്റാണ്. അപ്പം ആദ്യം ഒന്ന് കാണിക്കട്ടെ. അപ്പം നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. ഇത് തണുത്ത് കഴിഞ്ഞാൽ ഒന്നുകൂടെ നല്ലതാണ്. അപ്പോൾ നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഉടനെ തന്നെ കഴിക്കുമ്പം ആ ഒരു ബേക്കിംഗ് പൗഡറിൻ്റെയും സോഡയുടെയൊക്കെ ഒരു കുത്തൽ വരും. അപ്പോൾ നമ്മൾ കേക്ക് ഉണ്ടാക്കിയിട്ട് അടുത്ത ദിവസമൊക്കെ കഴിക്കുമ്പോഴാണ് കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. പക്ഷെ ഇവരങ്ങനെ വലിയ ക്ഷമയൊന്നുമില്ല. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുമ്പോൾ കഴിക്കാറുണ്ട്. നല്ല സോഫ്റ്റാണ്. അപ്പം കഴിച്ചില്ലല്ലോ. ഓക്കെ, ചൂട് മൊത്തം. അപ്പോൾ കുട്ടികൾക്ക് ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പ്ലം പൊന്നിനും മുത്തിനും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു കേക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ ഈ വീഡിയോയെക്കുറിച്ചുള്ള ഫീഡ്ബാക്ക്സ് കമൻ്റായിട്ട് അറിയിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മൾ കുറച്ച് റെസിപ്പീസും കൂടെ ഇങ്ങനെ ചെയ്യണമെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പം എപ്പോഴും ഇങ്ങനെ ചെയ്യാൻ എനിക്ക് സമയം കിട്ടാറില്ല. വല്ലപ്പോഴും ഇങ്ങനെ ചെയ്യാം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ. അപ്പോൾ അത് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും താങ്ക് യു പറ. എല്ലാവർക്കും താങ്ക് യു. ബൈ.